ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻസിനെ പറ്റിയാണ്. അപ്പോൾ ഇംഗ്ലീഷിലെ ഒരു ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് തന്നെ പറയാം ടെൻസിനെ. ടെൻസ് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സംസാരിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ടെൻസിനെ പറ്റി. അപ്പോൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കാൻ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പം ടെൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ടെൻസ് എന്ന് പറയുന്നത് ഇൻ ഗ്രാമർ ടെൻസ് ഈസ് എ കാറ്റഗറി ദാറ്റ് എക്സ്പ്രസ് ടൈം റെഫറൻസ്. ടെൻസിന്റെ പച്ച മലയാളം കാലം. നമുക്കറിയാം നമ്മുടെ ഓരോ ലൈഫിൽ കഴിഞ്ഞുപോയ കാലമുണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലമുണ്ട്, ഇനി വരാനിരിക്കുന്ന കാലമുണ്ട്, അല്ലേ? കഴിഞ്ഞുപോയ കാലത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഭൂതകാലം എന്ന് വിളിക്കും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിനെ വർത്തമാനകാലം എന്ന് വിളിക്കും. ഇനി വരാനിരിക്കുന്ന കാലത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ഭാവി കാലം എന്ന് വിളിക്കും, അതായത് ഫ്യൂച്ചർ. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഓരോ കഴിഞ്ഞുപോയ കാലത്തെ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യും? ഭൂതകാലം, അതായത് പാസ്റ്റ് ടെൻസ് കൊണ്ട്. അപ്പൊ ഇംഗ്ലീഷിൽ 3 തരത്തിലുള്ള ടെൻസ് ആണുള്ളത്, അതായത് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ഈ 3 ടെൻസാണ് നമ്മൾ എന്ത് ചെയ്യാൻ, നമ്മുടെ ആ ഒരു ടൈമിൽ നമ്മൾ ചെയ്ത കാര്യത്തിനൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് 3 ടെൻസ് ആണ്. മെയിൻലി ദ മെയിൻ ടെൻസ് ഫൗണ്ട് ഇൻ മെനി ലാംഗ്വേജ് ഇൻക്ലൂഡ് പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്താന്ന് വെച്ചാൽ, പാസ്റ്റ് ടെൻസിന്റെ പച്ച മലയാളം എന്ന് പറയുന്നത് ഭൂതകാലം, പ്രസന്റ് ടെൻസ് വർത്തമാനകാലം, ഫ്യൂച്ചർ ടെൻസ് ഭാവി കാലം. നമുക്ക് എന്താണ് പ്രസന്റ് ടെൻസ് നോക്കാം. പ്രസന്റ് ടെൻസ് എന്ന് വെച്ചാൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തിനെയാണ് നമ്മൾ പ്രസന്റ് ടെൻസ് എന്ന് വിളിക്കുന്നത്. അതായത് എന്താണ്, ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ TV കണ്ടുകൊണ്ടിരിക്കുന്നു, അങ്ങനെ പറയത്തില്ലേ? അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ പ്രസന്റ് ടെൻസ് കൊണ്ട് വെച്ച് എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ പതിവായി നടക്കുന്ന കാര്യങ്ങൾ, പ്രപഞ്ച സത്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഏത് ടെൻസ് വെച്ച് എക്സ്പ്രസ് ചെയ്യും? പ്രസന്റ് ടെൻസ് വെച്ച് എക്സ്പ്രസ് ചെയ്യും. നമ്മൾ ഇനി അടുത്ത അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്കകത്ത് ഈ പ്രസന്റ് ടെൻസിന്റെ തന്നെ ഒരുപാട് എക്സാമ്പിൾ കവർ ചെയ്യുന്നതായിരിക്കും. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഈ വീഡിയോ. ഇനി അടുത്ത ടെൻസ്, പ്രസന്റ് ടെൻസ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ടെൻസ് ആണ് എന്തെന്ന് പറയുന്നത്? പാസ്റ്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ എന്താണ്? ഭൂതകാലം, അതായത് കഴിഞ്ഞുപോയ കാലം. അതായത് ഇപ്പൊ ഈ പടം കണ്ടോ? ആ പടം എന്ന് പറയുന്നത് മഹാഭാരതത്തിലെ ഒരു പിക്ചറാണ്. അതായത് കൃഷ്ണനും അർജുനനുമാണ് അതിനകത്ത് നിൽക്കുന്നത്. അപ്പോൾ അതൊരു കഥയാണ്. അപ്പൊ അത് നമ്മൾ പറയുന്ന ഏത് ടെൻസിലായിരിക്കും? ഭൂതകാലത്തിലായിരിക്കും, അല്ലെ? കഴിഞ്ഞുപോയ കാലത്തിലായിരിക്കും. അപ്പം പാസ്റ്റ് ടെൻസ് എന്ന് വെച്ചാൽ ദ പാസ്റ്റ് ടെൻസ് ഈസ് എ ഗ്രാമാറ്റിക്കൽ ടെൻസ് whose functions is to place an action or situation in the past. അപ്പോൾ നമുക്ക് പാസ്റ്റിൽ നടന്നുപോയ ഒരു കാര്യത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടെൻസ് ആണ് പാസ്റ്റ് ടെൻസ്. അപ്പം കഴിഞ്ഞുപോയ കാലത്തിനെ നമ്മൾ പാസ്റ്റ് ടെൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? എക്സ്പ്രസ് ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ ടെൻസിനെ പറ്റിയാണ്. അതായത് ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഏത് ടെൻസ് വെച്ചിട്ടാണ്? ഫ്യൂച്ചർ ടെൻസ്. ഞാൻ നാളെ ഒരു പേന വാങ്ങിക്കും, ഞാൻ നാളെ സ്കൂളിൽ പോകും, ഞാൻ നാളെ അവരെ വിളിക്കും, അങ്ങനെയൊക്കെ നമ്മൾ പറയത്തില്ലേ? ഞാൻ നാളെ അമേരിക്കയിൽ പോകും. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന ഇതിനെയാണ് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. അപ്പം ദ ഫ്യൂച്ചർ ടെൻസ് ഈസ് എ വെർബ് ടെൻസ് യൂസ്ഡ് ഫോർ എ ഫ്യൂച്ചർ ആക്ടിവിറ്റി ഓർ ഫ്യൂച്ചർ സ്റ്റേറ്റ് ഓഫ് ബീയിങ്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഏത് ടെൻസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഫ്യൂച്ചർ ടെൻസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഫ്യൂച്ചർ ടെൻസ് ആണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. നമ്മൾ കൂടുതലും ഫ്യൂച്ചർ ടെൻസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ്? പ്രസന്റ് ടെൻസ്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.